വിദേശ രാജ്യങ്ങളിൽ പൗരത്വമെടുത്ത ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. ഈ ഒരു കാർഡ് കൈവശമുള്ളവർക്ക് വിസയില്ലാതെ ഇന്ത്യയിൽ എത്താനും ജീവിതം തുടരാനും സാധിക്കും. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവശ്വാസമായി നിലനിൽക്കുന്നതാണ് OCI കാർഡ്. ഇങ്ങനെ അതീവ പ്രാധാന്യമുള്ള OCI കാർഡിന്റെ കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. OCI കാർഡ് ഉടമകളുടെ പദവി സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കാതലായ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനമനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടാകും. കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെയും 7 വർഷത്തിലേറെ ശിക്ഷയുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരുടെയും OCI റദ്ദാക്കണമെന്ന ആവശ്യം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കും. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ തീരുമാനം പ്രവാസി ഭാരതീയ സമൂഹത്തിൽ കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റകൃത്യവും ഒരു വ്യക്തിയുടെ OCI പദവി നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. മുൻപ് നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങളെ അപേക്ഷിച്ച് അതീവ കർശനമായ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ വംശജർക്ക് ഇപ്പോഴത്തെ നിയമ ഭേദഗതി അവരുടെ ഇന്ത്യൻ സന്ദർശന പ്രതീക്ഷകൾക്ക് മേൽ ഇടുത്തി വീഴ്ത്തുന്നവയാണ്. നിയമങ്ങൾ കർക്കശമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെറിയ ക്രിമിനൽ കേസുകളിൽ പോലും കർശന ശിക്ഷാരീതിയാണ് അവലംബിക്കാറുള്ളത്. ഇത്തരം സ്ഥലങ്ങളിൽ 2 വർഷം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന അവസ്ഥ വന്നാൽ അവരുടെ ഇന്ത്യൻ സ്വപ്നങ്ങളും പൊലിയും. OCI കാർഡ് പ്രകാരം ഇന്ത്യയിൽ ലഭിക്കുന്ന സവിശേഷ അധികാരം ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോഴത്തെ നിയമം പലപ്പോഴും വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്നും പ്രവാസികൾ ഭയക്കുന്നുണ്ട്. ഒരു വ്യക്തിയോട് പക പോക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി ഇറങ്ങിയാൽ OCI കാർഡ് റദ്ദാക്കാൻ ഉതകുന്ന വിധത്തിൽ കേസുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഈ വിഷയത്തിൽ പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അതുവരെ തങ്ങളുടെ OCI പദവി സുരക്ഷിതമായി നിലനിർത്തുന്നതിന് നിയമപരമായ എല്ലാ കാര്യങ്ങളിലും അതീവ സൂക്ഷ്മത പുലർത്തേണ്ടത് ഓരോ കാർഡ് ഉടമയുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കുറച്ചുകാലമായി വിദേശത്തിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നേരിടാൻ കേന്ദ്ര സർക്കാർ OCI കാർഡിനെ കരുവാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരുടെ കാർഡുകൾ സർക്കാർ റദ്ദാക്കിയിരുന്നു. കർഷക സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ OCI കാർഡുകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് NRIകൾക്ക് സമാനമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനമാണ് OCI കാർഡുകൾ. ഈ കാർഡുള്ളവർക്ക് മാതൃരാജ്യത്തേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിസയില്ലാതെ പോയി വരാനും എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ കഴിയാനും പഠിക്കാനും തൊഴിലെടുക്കാനുമുള്ള അവകാശം ഇതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും.